Hello മക്കളെ, ദാടാ ക്വസ്റ്റ്യൻ നോക്കിക്കേ. Which one of the following differentiates plant cell from animal cell? പ്ലാന്റ് സെല്ലിനെ ആനിമൽ സെല്ലിൽ നിന്ന് എന്താണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് നോക്കിയാലോ. അപ്പൊ നോക്കിയേ, ഓപ്ഷൻ എ ലാർജ് വാക്യൂൾസ്. നമ്മുടെ പ്ലാന്റ് സെല്ലിന് നോക്കിയേ, ലാർജ് സെൻട്രലി പ്ലേസ്ഡ് വാക്യൂൾസ് ഉണ്ടാവും. പെരിഫറൽ ന്യൂക്ലിയസ് ആയിരിക്കും ഉണ്ടാകുക അല്ലേ. നമ്മുടെ ആനിമൽ സെല്ലിലാണെങ്കിലോ നല്ല സെൻട്രലി പ്ലേസ്ഡ് ന്യൂക്ലിയസ് ഉണ്ടാവുക, കുഞ്ഞു 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 വാക്യൂൾസ് ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. അപ്പം നോക്കിയേ, ലാർജ് വാക്യൂൾസ് കറക്റ്റ് അല്ലേ. പ്ലാസ്റ്റിഡ്സ് ഉണ്ടോ? പ്ലാന്റ്സിന് പ്ലാസ്റ്റിഡ്സ് ഉണ്ട്, പക്ഷെ ആനിമൽ സെല്ലിൽ പ്ലാസ്റ്റിഡ്സ് ഉണ്ടോ? ഇല്ല കേട്ടോ. പ്ലാന്റ് സെല്ലിന് സെൽ വാൾ ഉണ്ട്, പക്ഷെ ആനിമൽ സെല്ലിന് സെൽ വാൾ ഉണ്ടോ? ഇല്ല. പ്ലാന്റ്സ് ഹാവ് സെൽ വാൾ, ആനിമൽസ് ഡു നോട്ട് ഹാവ് സെൽ വാൾ. അപ്പൊ അതേ ഓപ്ഷൻ എ തന്നെ നമ്മുടെ ആൻസർ ആയിട്ട് വന്നു അല്ലേ. അപ്പൊ എന്തുകൊണ്ട് ബാക്കി 3 ആൻസേഴ്സ് തെറ്റായി നമുക്കൊന്ന് നോക്കിയാലോ. അപ്പൊ ഓപ്ഷൻ ബി നോക്കിയിടാം. സെൽ വാൾ ഉണ്ട്, സെൽ വാൾ പ്ലാന്റ്സിനുണ്ട്. പ്ലാസ്റ്റിഡ് ഉണ്ട്, പ്ലാസ്റ്റിഡും പ്ലാന്റ്സിനുണ്ട്. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ ആള് നോക്കിയേ, സെൻട്രിയോൾസ്. സെൻട്രിയോൾ എന്ന് പറയുന്നത് ആനിമൽസിൽ മാത്രം കാണപ്പെടുന്നതല്ലേ, സെൽ ഡിവിഷന് വേണ്ടി വരുന്നത്. അപ്പം അതുകൊണ്ടല്ലേ ബി തെറ്റിപ്പോയത്. മൂന്നാമത്തെ ഓപ്ഷൻ നോക്കിയേ, സെൽ വാൾ ഉണ്ട്, പ്ലാസ്റ്റിഡ്സ് ഉണ്ട്, പക്ഷെ മൈറ്റോകോൺട്രിയ പ്ലാന്റ്സിന് മാത്രം ഉള്ളത് കൊണ്ടാണോ ഇവിടെ തെറ്റിപ്പോയത്? അല്ല, ഇത് ബോത്ത് പ്ലാന്റ്സിലും ആനിമൽസിലും കാണപ്പെടുന്ന സാധനം ആയതുകൊണ്ടാണ് മൈറ്റോകോൺട്രിയ വന്നപ്പോൾ നമ്മുടെ ഓപ്ഷൻ സി തെറ്റിപ്പോയത് കേട്ടോ. ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് എന്താണെന്നല്ലേ ചോദിച്ചത്. അപ്പം ഡി നോക്കിയടാ, സെൽ മെംബ്രെയിൻ, പ്ലാസ്റ്റിഡ്സ്, സെൽ വാൾ. ഇവിടെ പ്ലാസ്റ്റിഡും സെൽ വാളും കോമൺ ആണ്, പക്ഷെ സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ആരിലൊക്കെ ഉണ്ട്, ബോത്ത് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസിൽ ഉള്ളതല്ലേ. അതുകൊണ്ടാണ് ഫോർത്ത് ഓപ്ഷനും തെറ്റായി പോയത് കേട്ടോ. അപ്പൊ നമ്മുടെ ആൻസർ ഇവിടെ എന്താ മക്കളെ വരുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ്. ഓക്കെ, ബൈ.